ഹലോ എനിമി ലവേഴ്സ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദെൻറ്റിൻ്റെ മാൻഹയുടെ ചാപ്റ്റർ 63 മുതൽ 65 വരെയുള്ള 3 ചാപ്റ്റേഴ്സാണ്. സോ നേരെ കഥയിലോട്ട് കിടക്കാം. സോ 63ാമത്തെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ആർത്തറും ഗ്രൂപ്പും പുതിയൊരു ലോകത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, ഈ സ്ഥലത്തെ തങ്ങി നിർത്താൻ ഒരു തൂണുകൾ പോലും ഇല്ല, പിന്നെ ഈ സ്ഥലം എങ്ങനെയാണ് ഇങ്ങനെ നിലനിൽക്കുന്നത്. അപ്പോൾ ക്രിയോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് കുറച്ച് നേരം വിശ്രമിച്ചാലോ, എനിക്ക് കുറച്ച് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ഇല്ല, നമ്മളിവിടെ വിശ്രമിക്കാൻ പോകുന്നില്ല, ഈ സ്ഥലത്തിന് എന്തൊരു പന്തികേടുണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക. അപ്പോൾ ക്രിയോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഉറപ്പാണോ? എനിക്കൊന്നും കേൾക്കാനില്ല, പുല്ലും മരങ്ങളും അല്ലാതെ വേറൊന്നും കാണാനുമില്ല. അപ്പം നമ്മുടെ ആർത്തർ അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, ഈ സ്ഥലത്തിനെ കുറിച്ച് എന്തോ എന്നെ അസ്വസ്ഥനാക്കുന്നുണ്ട്, പക്ഷെ എന്താണത്, എന്താണ് ഞാൻ മിസ്സാക്കുന്നത്. അപ്പം നമ്മുടെ ജാസ്മിൻ ആ മൂടൽമഞ്ഞിൻ്റെ ഇടയിൽ ഒരാളെ കാണുന്നുണ്ട്. അപ്പോൾ അവൾ ഞെട്ടുന്നുണ്ട്. അപ്പോൾ ക്രിയോൾ പറയുന്നുണ്ട്, ക്ലാര, അത് നീയാണോ? എനിക്കറിയാം നീ മരിച്ചിട്ടില്ലെന്ന്, നീ അവിടെ നിൽക്ക്, ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ക്രിയോൾ ആ മൂടൽമഞ്ഞിൻ്റെ അടുത്ത് ഓടിപ്പോകുന്നു. അപ്പം നമ്മുടെ റെജിനാൾഡും അതുപോലെ മറ്റുള്ളവരും ക്രിയോളിനോട് നിൽക്കാൻ പറയുന്നുണ്ട്. സോ അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ക്രിയോൾ മുമ്പിലോട്ട് പോവരുത്, അത് വളരെ ഡേഞ്ചറസ് ആണ് എന്ന് പറഞ്ഞിട്ട് ആർത്തർ ക്രിയോളിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ ജാസ്മിൻ ആർത്തറിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആർത്തർ, ആ മൂടൽമഞ്ഞ് ഇല്യൂഷൻസ് സൃഷ്ടിക്കുകയാണ്. അതായത് ഈ മൂടൽമഞ്ഞ് മനുഷ്യൻ്റെ മൈൻഡ്സ് കൺട്രോൾ ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ രൂപം അവിടെ പ്രതിബിംബിക്കുകയാണ്. അതായത് ശരിക്കുള്ള വ്യക്തികളല്ല അവിടെ ഉള്ളത്, പക്ഷെ അവരുടെ രൂപം ആ മഞ്ഞ് കാണിക്കുകയാണ്. നമ്മുടെ ജാസ്മിൻ നേരത്തെ കണ്ടത് അവളുടെ അച്ഛനായിരുന്നു. അതായത് അവളുടെ മനസ്സിൽ കൂടുതൽ അവളുടെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. അതുകൊണ്ടാണ് ആ മൂടൽമഞ്ഞ് അവളുടെ അച്ഛൻ്റെ രൂപം അവിടെ പ്രത്യക്ഷപ്പെടുത്തിയത്. അപ്പം നമ്മുടെ ആർത്തർ അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, വെറുതെ അല്ല ഞാൻ അസ്വസ്ഥനായത്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എല്ലാവരും ഒരുമിച്ച് നിൽക്കൂ, ഈ മൂടൽമഞ്ഞ് നമ്മുടെ മനസ്സിനെ കബളിപ്പിക്കാൻ നോക്കുകയാണ്, ആരും അതിൽ വീണു പോവരുത്. സമാന്ത പെട്ടെന്ന് തന്നെ ഒരു ഷീൽഡ് ഉണ്ടാക്ക്. അപ്പോൾ സമാന്ത ഒരു ഷീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് സമാന്ത ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ ക്ലാര? അപ്പോൾ റെജിനാൾഡ് പറയുന്നുണ്ട്, ക്ലാര ക്രിയോളിൻ്റെ ഭാര്യയാണ്, പക്ഷേ അവളൊരു ഡെഞ്ചോൺ മിഷൻ്റെ ഇടയിൽ മരിച്ചുപോയി. അപ്പോൾ ബ്രാൾഡ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാണ് അവൾ മരിച്ചത്, എന്നിട്ട് അവളെ കുഴിച്ചിട്ടു. അപ്പോൾ റെജിനാൾഡ് പറയുന്നുണ്ട്, നമുക്കെന്തായാലും ക്രിയോളിനെ കണ്ടെത്തണം. അപ്പോൾ ലൂക്കാസ് പറയുന്നുണ്ട്, എന്താണെന്നും പ്ലാൻ അനുസരിച്ച് നടക്കാത്തത്, നിങ്ങൾ ശരിക്കും അഡ്വഞ്ചേഴ്സ് തന്നെയാണോ? അപ്പോൾ നമ്മുടെ ജാസ്മിന് എന്തോ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ ചോദിക്കുന്നുണ്ട്, ജാസ്മിൻ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് ഞെട്ടലുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ ചോദിക്കുന്നുണ്ട്, ജാസ്മിൻ നീ വല്ലതും കണ്ടോ? അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, അതെ, ഞാൻ എൻ്റെ അച്ഛനെ കണ്ടു, എൻ്റെ അച്ഛൻ എന്നെ നോക്കി ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ജാസ്മിൻ്റെ കൈ വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ ജാസ്മിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ജാസ്മിൻ നിനക്കൊന്നുമില്ല, നീ ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ ജാസ്മിന് ആർത്തറെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആർത്തർ ചോദിക്കുന്നുണ്ട്, ജാസ്മിൻ നിനക്ക് നിൻ്റെ വിൻഡ് മാജിക് ഉപയോഗിച്ചുകൊണ്ട് ഈ മൂടൽമഞ്ഞിനെ നീക്കം ചെയ്യാൻ കഴിയുമോ? അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, മുഴുവനായിട്ട് നീക്കം ചെയ്യാൻ കഴിയില്ല, പക്ഷേ എനിക്കൊരു പാത സൃഷ്ടിക്കാൻ കഴിയും, ആ പാത വഴി നമുക്ക് ക്രിയോളിനെ കണ്ടെത്താം. അങ്ങനെ നമ്മുടെ ജാസ്മിന് അവളുടെ വിൻഡ് മാജിക് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, സമാന്ത നിൻ്റെ ഷീൽഡ് പിൻവലിക്ക്. അപ്പോൾ നമ്മുടെ സമാന്ത അവളുടെ ഷീൽഡ് പിൻവലിക്കുന്നു. അപ്പോൾ നമ്മുടെ ജാസ്മിന് അവളുടെ വിൻഡ് മാജിക് ഉപയോഗിച്ചുകൊണ്ട് ആ മൂടൽമഞ്ഞിലെല്ലാം നീക്കം ചെയ്യുന്നു. അപ്പോൾ കുറേ വള്ളിച്ചെടികൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ ഞെട്ടുന്നുണ്ട്, ഈ മൂടൽമഞ്ഞിൻ്റെ എല്ലാം പിന്നിൽ ഈ വള്ളിച്ചെടികളായിരുന്നോ? ജാസ്മിൻ്റെ മാജിക്ക് ഈ വള്ളിച്ചെടികളെ ബാധിച്ചിട്ടില്ല. ലൂക്കാസ്, ഇനി നിൻ്റെ കഴിവ് കാണിക്കാനുള്ള സമയമായി. അപ്പോൾ ലൂക്കാസ് പറയുന്നുണ്ട്, അതെന്നോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എനിക്കറിയാം. എന്നിട്ട് അവൻ്റെ ഫയർ മാജിക് ഉപയോഗിച്ചുകൊണ്ട് ആ വള്ളിച്ചെടികളെല്ലാം കത്തിക്കുന്നുണ്ട്. പക്ഷേ ആ വള്ളിച്ചെടികളെല്ലാം പിന്നെ റീജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൂക്കാസ് അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ മാജിക്കൊന്നും വർക്കായില്ല. അപ്പോൾ നമ്മുടെ ആർത്തർ റെജിനാൾഡിനോട് പറയുന്നുണ്ട്, റെജിനാൾഡ്, കോൺജുറർമാർ അവരുടെ സ്ട്രോങ്ങസ്റ്റ് സ്പെല്ല് പ്രിപ്പയർ ചെയ്യുമ്പോൾ നീ അവരെ സംരക്ഷിക്കണം. അതുപോലെ ജാസ്മിനും ബ്രാൾഡും എൻ്റെ ഒപ്പം വരൂ, നമുക്കൊരുമിച്ച് മുന്നേറാം. അങ്ങനെ ഇവർ ഈ വള്ളിച്ചെടികളെല്ലാം വെട്ടിക്കളയുന്നുണ്ട്. പക്ഷേ ഈ വള്ളിച്ചെടികൾ വെട്ടും തോറും അവ പിന്നെയും റീജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ആർത്തർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് ഈ വള്ളിച്ചെടികൾക്കുള്ളിൽ ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡുള്ള കാരണമാണ് നമ്മുടെ ലൂക്കാസിൻ്റെ ഫയർ മാജിക്ക് ഈ വള്ളിച്ചെടികളെ ബാധിക്കാത്തത്. ആ വള്ളിച്ചെടികൾക്കിടയിലുള്ള ആ ലിക്വിഡ് പോവണം, എന്നാൽ മാത്രമേ ഈ വള്ളിച്ചെടികളെ കട്ട് ചെയ്യാൻ കഴിയൂ. അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ വാളിൽ ഫയർ മാജിക് ഉപയോഗിച്ചുകൊണ്ട് ആ വള്ളിച്ചെടികളുടെ അടിയിൽ നിന്ന് വെട്ടിക്കളയുന്നുണ്ട്. അപ്പോൾ അത് റീജനറേറ്റ് ചെയ്യുന്നില്ല.
അപ്പം നമ്മുടെ ആർത്തർ ബ്രാൾഡിനോട് പറയുന്നുണ്ട്, ബ്രാൾഡ് നിൻ്റെ വാളിൽ ഫയർ മാജിക് ഉപയോഗിക്കുക, എന്നിട്ട് ഈ വള്ളിച്ചെടികളുടെ അടിയിൽ നിന്ന് വെട്ടിക്കളയി, അപ്പം അത് റീജനറേറ്റ് ചെയ്യില്ല. അപ്പം നമ്മുടെ ബ്രാൾഡ് അവൻ്റെ കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ടിട്ട് പറയുന്നുണ്ട്, ഒരു എ ക്ലാസ് ഓഗ്മെൻറ്റർ ഇതുപോലത്തെ കുറച്ച് വള്ളിച്ചെടികൾ കണ്ടാലേ പേടിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? അപ്പം ആ വള്ളിച്ചെടികൾ നമ്മുടെ ബ്രാൾഡിൻ്റെ മേത്തേക്ക് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ആർത്തർ ആ വള്ളിച്ചെടികളെല്ലാം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ ഇത് നിങ്ങളുടെ അവസാനത്തെ ഡെഞ്ചോൺ മിഷൻ ആയിരിക്കുമെന്ന്. ഇവിടെ കിടന്ന് ചാകാനാണോ നിങ്ങൾ തീരുമാനം എടുത്തത്? അല്ലെങ്കിൽ സ്മാർട്ടായിട്ട് ഫൈറ്റ് ചെയ്യേ, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ ലൂക്കാസ് ആണെങ്കിൽ എന്തോ ഒരു സാധനം കുടിച്ചോണ്ട് അവൻ്റെ ഫയർ മാജിക് ഉപയോഗിച്ചുകൊണ്ട് ആ വള്ളിച്ചെടികളെല്ലാം കത്തിക്കുന്നുണ്ട്. സോ ഇത് കണ്ടിട്ട് നമ്മുടെ ആർത്തർ ചിന്തിക്കുന്നുണ്ട്, ലൂക്കാസിൻ്റെ ആ മാജിക്ക് ദുർബലമാണെങ്കിലും ഉയർന്ന തീപിടുത്തമുള്ള മാജിക്കാണത്. ലൂക്കാസ് ഇപ്പോഴും നേരായ രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പം നമ്മുടെ എലീജനേറ്റിൻ്റെ അടുത്തേക്ക് ഒരു വള്ളിച്ചെടി വരുന്നുണ്ട്. അപ്പം നമ്മുടെ ബ്രാൾഡ് ആ വള്ളിച്ചെടി മുറിച്ച് കളയുന്നുണ്ട്. എന്നിട്ട് എലീജനേറ്റ് അവൻ്റെ എർത്ത് മാജിക് ഉപയോഗിച്ചുകൊണ്ട് ആ വള്ളിച്ചെടികളുടെ വേരിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ആർത്തർ അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, എലീജയുടെ എർത്ത് മാജിക്കും അതുപോലെ ലൂക്കാസിൻ്റെ ഫയർ മാജിക്കും ഉള്ളത് കൊണ്ട് ആ ചെടികൾക്ക് റീജനറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. അതുപോലെ സമാന്തയുടെ മാജിക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്രിയോളിന് വേണ്ടി തെരച്ചിൽ നടത്താൻ കൂടുതൽ സമയം ലഭിക്കും. സോ ഇപ്പോൾ നമ്മുടെ ആർത്തറിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എലീജനേറ്റ് അവൻ്റെ എർത്ത് മാജിക് ഉപയോഗിച്ചുകൊണ്ട് ഈ വള്ളികളുടെ വേരുകൾ അറ്റാക്ക് ചെയ്യും. സോ അതേ സമയത്ത് തന്നെ നമ്മുടെ ലൂക്കാസ് അവൻ്റെ ഫയർ മാജിക് ഉപയോഗിച്ചുകൊണ്ട് ഈ വള്ളികളെയും അറ്റാക്ക് ചെയ്യും. സോ ഈ വള്ളികൾ വീണ്ടും റീജനറേറ്റ് ചെയ്ത് വരുമ്പോൾ ഇവർ രണ്ടുപേരും വീണ്ടും അതിനെ അറ്റാക്ക് ചെയ്യും. സോ ഈ അറ്റാക്കിലേക്ക് നമ്മുടെ സമാന്തയും കൂടി ചേരുമ്പോൾ കൂടുതൽ സമയം നമ്മുടെ ആർത്തറിന് കിട്ടും, അതായത് ക്രിയോളിനെ തിരയാൻ വേണ്ടിയിട്ട്. സോ അതാണ് നമ്മുടെ ആർത്തറിൻ്റെ പ്ലാന്. സോ അപ്പോൾ നമ്മുടെ സമാന്ത അവളുടെ അക്വ സിഫോൺ എന്ന് പറഞ്ഞ മാജിക് ഉപയോഗിക്കുകയാണ്. സോ ഈ മാജിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മാജിക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരിസരത്തുള്ള എവിടെയെങ്കിലും ആവട്ടെ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടെങ്കിൽ അത് നമുക്ക് വലിച്ചെടുക്കാൻ കഴിയും. സോ ഈ മാജിക് ഉപയോഗിക്കുമ്പോൾ ഇവളുടെ ചുറ്റുപാടിൽ എവിടെയെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം എവിടെയാണെങ്കിലും നമ്മുടെ സമാന്തയ്ക്ക് ആ വെള്ളത്തെ ആകർഷിക്കാൻ കഴിയും. സോ ഇപ്പോൾ നമ്മുടെ സമാന്തയ്ക്ക് ഈ വള്ളിച്ചെടികളുടെ ഉള്ളിലുള്ള വെള്ളം അത് വലിച്ചെടുക്കാൻ കഴിയും ഈ മാജിക് ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെ നമ്മുടെ സമാന്ത അവളുടെ ഈ മാജിക് ഉപയോഗിച്ചുകൊണ്ട് ആ വള്ളിച്ചെടികൾക്കുള്ളിലുള്ള വെള്ളം വലിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവൾ ബോധം കെട്ട് വീഴുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ സമാന്തയെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഗുഡ് ജോബ് സമാന്ത, നീ നല്ലതുപോലെ ചെയ്തു. അപ്പോൾ സമാന്ത ആർത്തർ നോക്കി ചിരിക്കുന്നുണ്ട്. പക്ഷേ ഇവർ വിചാരിച്ച പോലെയല്ല ഒന്നും നടക്കുന്നത്. ആ ചെടികൾ വീണ്ടും റീജനറേറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ നമ്മുടെ ലൂക്കാസ് അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, ഒന്നും വർക്കാവുന്നില്ല. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, മൂടൽമഞ്ഞ് ആ വള്ളികൾ നമ്മുടെ മാജിക്ക് കാരണം ആ മൂടൽമഞ്ഞിനെ വീണ്ടും കൊണ്ടുവരികയാണ്, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആർത്തർ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും എന്തോ കണ്ട് ഞെട്ടി നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആർത്തർ അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ ആർത്തർ ഞെട്ടി നിൽക്കുന്നുണ്ട്. കാരണം ആ വള്ളികളെല്ലാം കൂടിയിട്ട് വല്ലാത്തൊരു രൂപമായി മാറിയിരിക്കുന്നു. സോ ഇത് കണ്ട നമ്മുടെ സമാന്ത ഷോക്കായിട്ട് നിലത്ത് വീണ് പറയുന്നുണ്ട്, ഇങ്ങനെ വരാൻ കഴിയില്ല, ഇതിന് ഞാൻ ബുക്കുകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതൊരു എൽഡർവുഡ് ഗാർഡിയൻ അല്ലേ? സോ ഈ എൽഡർവുഡ് ഗാർഡിയൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മിത്താണ്. അതായത് നമ്മുടെ ഡ്രാഗൻ്റെ പോലെ ഈ ഡ്രാഗൻ ശരിക്കുണ്ടെന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല. അതുപോലെ തന്നെയാണ് എൽഡർവുഡ് ഗാർഡിയൻ്റെ കാര്യവും. സോ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ അമ്മമാർ നമ്മൾ ചോറുന്നില്ലെങ്കിൽ കോക്കാച്ചി വരും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കാറില്ലേ? അതുപോലെ നമ്മുടെ സമാന്തയെ അവളുടെ ചെറുപ്പകാലത്തിൽ അവളുടെ അമ്മൂമ്മയ്ക്ക് ഇതിനെപ്പറ്റിയുള്ള കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. സോ അതുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തെ നേരിട്ട് കണ്ടപ്പോൾ അവൾ ഞെട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രാൾഡ് പറയുന്നുണ്ട്, ഇതൊക്കെ കണ്ടിട്ട് ദൈവങ്ങൾക്ക് നമ്മൾ ജീവിക്കുന്നത് കാണാൻ ഇഷ്ടമല്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അവൻ്റെ കൺട്രോളൊക്കെ പോയിരിക്കുന്നു. അപ്പോൾ റെജിനാൾഡ് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു എസ് ക്ലാസ് മാനബീസ്റ്റ് ഇവിടെ എന്താണ് ചെയ്യുന്നത്? സോ അപ്പോൾ റെജിനാൾഡ് എൽഡർവുഡ് ഗാർഡിയൻ്റെ നെഞ്ചിൻ്റെ ആ ഭാഗത്ത് ക്രിയോൾ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ റെജിനാൾഡ് അതിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, റെജിനാൾഡ് അതിനെ അറ്റാക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷേ അതൊന്നും കേൾക്കാതെ റെജിനാൾഡ് അതിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, ആർത്തർ ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണം. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അപ്പോൾ മറ്റുള്ളവരുടെ കാര്യമോ? ഞാൻ അവർക്ക് പ്രോമിസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ഫാമിലിക്ക് പ്രോമിസ് നൽകിയിട്ടുണ്ട് ആർത്തർ. ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് നിന്നെ ജീവനോടെ കൊണ്ടുവരാമെന്ന്, നിന്നെ സേഫായിട്ട് വെക്കാമെന്ന്. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, നമുക്ക് പോവാൻ ജാസ്മിൻ, പക്ഷേ അവരെ ഇങ്ങനെ ഒറ്റക്കാക്കി പോകാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ നമ്മുടെ ജാസ്മിൻ ഒന്നും മിണ്ടുന്നില്ല.
ഇതേ സമയം നമ്മുടെ റെജിനാൾഡ് ആണെങ്കിൽ എൽഡർവുഡ് ഗാർഡിയനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ എൽഡർവുഡ് ഗാർഡിയൻ നമ്മുടെ റെജിനാൾഡിനെ പിടിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോ എൽഡർവുഡിൻ്റെ അറ്റാക്കിൽ നമ്മുടെ സമാന്തയ്ക്ക് പരിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ സമാന്തയും പിടിച്ച് നടക്കുന്നുണ്ട്. എന്നിട്ട് അവൻ എലീജയോട് പറയുന്നുണ്ട്, എലീജ നീ ജാസ്മിനെ സംരക്ഷിക്കണം. ജാസ്മിൻ ബ്രാൾഡിനെ പിടിച്ച ശേഷം പുറത്തേക്ക് കടക്കും. അപ്പം നീയും പുറത്തേക്ക് കടക്കണം. പിന്നെ ലൂക്കാസ് നീ റെജിനാൾഡിന് ചുറ്റുള്ള ആ വള്ളികളെല്ലാം കത്തിക്കണം. അപ്പോൾ നമ്മുടെ ലൂക്കാസ് നമ്മുടെ ആർത്തറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ലൂക്കാസ് ആർത്തറിനെ എന്തിനാണ് അറ്റാക്ക് ചെയ്തതെന്ന് അറിയണമെങ്കിൽ നമ്മൾ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടതുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.